ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ നേതൃത്വത്തിൽ ഉള്ളതായ ശാപ സ്കൂൾ പാഠങ്ങളിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം അർപ്പിക്കുന്നു. നമുക്ക് ഈ ക്വാർട്ടറിൽ മൊത്തത്തിൽ പഠിക്കുവാനുള്ള പാഠം സങ്കീർത്തനങ്ങളെ ആസ്പദമാക്കി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സങ്കീർത്തനം, കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത്. എന്നാൽ ഈ ആഴ്ചയിലെ പാഠത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ വളരെ അനുഗ്രഹമേറിയതും എന്നാൽ ഇഷ്ടപ്പെടാത്തതുമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന പാഠത്തിന്റെ തലക്കെട്ട് മുൻകാലങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന തലക്കെട്ടോടുകൂടിയ ശാപ സ്കൂളാണ്. ഇവിടെ നമുക്ക് തരുന്നതായ മുൻകാല പഠനങ്ങളെക്കുറിച്ചുള്ള സങ്കീർത്തനങ്ങൾ ചരിത്ര സങ്കീർത്തനങ്ങളായിട്ട് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇസ്രായേലിന്റെ ജീവിതത്തിലെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തിന്റെ നടത്തിപ്പും ദൈവത്തിന്റെ വിശ്വസ്തതയും അവിടുത്തെ കരുണയും അവിടുത്തെ മഹാത്ഭുതങ്ങളും കണ്ടും അറിഞ്ഞും സഞ്ചരിച്ചതായ ജനം അവരുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ മുഖാന്തരം സംഭവിച്ച പിന്മാറ്റങ്ങൾ മുഖാന്തരം സംഭവിച്ച വലിയ ആപത്തുകൾ, പ്രയാസങ്ങൾ, അടിമത്തങ്ങളൊക്കെയും നമുക്ക് പാഠമാക്കുവാൻ ഈ കാലങ്ങളിൽ തരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർ ഇഷ്ടപ്പെടാത്തതും എല്ലാ കാലത്തും മനുഷ്യർക്ക് ഇഷ്ടപ്പെടുവാൻ കഴിയാത്തതായ ഒരു പാഠമായിട്ട് ചിലപ്പോൾ നമുക്ക് ഈ പാഠത്തെ വീക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയും. കാരണം മുൻകാല പിതാക്കന്മാരുടെ ജീവിതത്തിലെ വീഴ്ചകളും അവരോടുള്ള ദൈവത്തിന്റെ സ്നേഹവും കരുണയും വിശ്വസ്തതയും ഈ കാലങ്ങളിലായിരിക്കുന്ന നമുക്ക് പാഠമാക്കുവാൻ തരുമ്പോൾ ചരിത്ര സങ്കീർത്തനങ്ങളെന്ന കാര്യം നാം മറന്നു പോകരുത്. ചരിത്ര സങ്കീർത്തനങ്ങളില് ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുവാൻ തക്കവണ്ണം ഉള്ള സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് 78, 106, 105, 135 ഈ സങ്കീർത്തനങ്ങളെ ആസ്പദമാക്കി നാം പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിലേക്കും പുറപ്പാടിലേക്കുമുള്ള ആ കാഴ്ചയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഈ ചരിത്ര സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യം ദൈവജനത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുവാൻ ദൈവം നമുക്കും ഭാഗ്യം തന്നിരിക്കുന്നു എന്നുള്ളതായ വലിയ ഒരു പദവിയാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ ജീവിതങ്ങളെ കാണുവാൻ ചരിത്ര സങ്കീർത്തനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ തന്നെയാണ് അവിടെ കാണിച്ചു തരുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. മാത്രമല്ല യേശുക്രിസ്തുവിലൂടെ നാമും ആ ജനത്തിന്റെ ഒരു ഭാഗമായി നമ്മെയും ദത്തെടുത്തിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിലും റോമാ ലേഖനത്തിലും ഒക്കെ പറയുമ്പോൾ നാം ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുവാനും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാകുവാനും ആ രക്ഷണ്യവേലയുടെ ഭാഗമാകുവാനും വിശ്വസ്തരായിരിക്കുവാനും നമ്മെയും കർത്താവ് കൂട്ടിച്ചേർത്തിരിക്കുന്ന സന്തോഷകരമായ ഒരു അനുഭവമാണ് ഈ ചരിത്ര സങ്കീർത്തനങ്ങളിലൂടെ നാം പഠിക്കുന്നതായ കാര്യങ്ങൾ. ഈ കാലങ്ങളിൽ സാത്താൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളിൽ ദൈവത്തിന്റെ അതിമഹത്തായ ശ്രേഷ്ഠമായ ഉദ്ദേശങ്ങളെ തന്റെ ജനത്തിന് വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തിയ ആ ദൈവം ഇന്നും വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് കാണിക്കുന്നതായ ആ ദൈവം നമ്മോടുകൂടെയും ഇരുന്ന് അവിടുത്തെ വിളിയുടെ ഉദ്ദേശം നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ നമ്മോട് ദൈവം കാണിച്ച വിശ്വസ്തത നാം പഠിക്കുകയും ദൈവസന്നിധിയിൽ നമ്മെ ഈ ആഴ്ചക്കാലത്തെ പഠനത്തിലൂടെ സമർപ്പിക്കുകയും ചെയ്യാം. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ തീർന്നു പോകാത്ത വിശ്വസ്തതയാണ് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം നൽകി തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത തീർന്നു പോകാത്തതാണ്, അതിനൊരു മാറ്റവുമില്ല. നാം അവിശ്വസ്തരായിരിക്കുമ്പോൾ തന്നെ ദൈവം വിശ്വസ്തനായിട്ട് നമ്മളോട് ഇടപെടുന്നതാണ്. സങ്കീർത്തനം 78 നാം വായിക്കുന്നത് 78-ാം സങ്കീർത്തനം മുഴുവനും ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയുന്നതായ കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയാണ്? പിതാക്കന്മാര് അടുത്ത തലമുറയോട് പറയുകയാണ്, അവരുടെ മക്കളോടൊന്നും മറച്ചു വെക്കാതെ പറയുകയാണ് യഹോവ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ച്, യാക്കോബിൽ ദൈവത്തിന്റെ സാക്ഷ്യത്തെക്കുറിച്ച്, യാക്കോബിന്റെ സന്താനങ്ങളെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് അതൊക്കെയും പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വിശ്വസ്തത എടുത്തു കാണിക്കുകയാണ്. പൂർവന്മാരുടെ പിഴവുകളെ
ദൈവം എന്ത് ചെയ്യുന്നു? കണക്കിടാതെ ദൈവത്തിന്റെ വിശ്വസ്തത അവരുടെ കൂടെ ഇരുന്ന കാര്യമാണ് നാം വായിക്കുന്നത്. എന്തിനാണ് 78-ാം സങ്കീർത്തനം ഇത്ര കാര്യമായിട്ട് പഠിപ്പിക്കണമെന്ന് പറയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നത് വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കളാണ്. അവരോട് ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ ആ തലമുറ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുകയുള്ളൂ. ഈ കാലങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത വിശ്വസ്തമായ കാര്യങ്ങളെക്കുറിച്ച് നാം നമ്മുടെ തലമുറയോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് വിവരിച്ചു പറയുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ഇടയായിത്തീരും. പുറപ്പാട് കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ടുവന്ന് ആ ചെങ്കടലിന്റെ കരയിൽ ദൈവം അവരോട് കാണിച്ച വിശ്വസ്തത എത്ര വിലയേറിയതാണ്. മരുഭൂമിയിലെ യാത്രയിൽ അവർ പിറുപിറുത്തു. അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ അവർക്ക് നൽകിക്കൊടുത്തതിലൂടെ ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ എടുത്തു കാണിക്കുകയാണ്. ഇസ്രായേലിന്റെ അവിശ്വസ്തത ഒരു നിമിഷം കൊണ്ട് അവർ മറന്നുപോകുന്ന ജനമായി തീർന്ന് അവരവിശ്വസ്തരാകുമ്പോഴും ദൈവം തന്റെ ദയയാലും കരുണയാലും അവിടുത്തെ വിശ്വസ്തത ഓർത്തുകൊണ്ട് അവരെ സഹിഷ്ണുതയോടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. അവർ വിശ്വസിച്ചില്ല എന്ന് പറയുന്നു. 78-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അവര് ദൈവത്തെ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. 10 ബാധകൾ അവരുടെ കണ്ണിന് മുമ്പിൽ കാണിച്ചതാണ്. ഇസ്രായേലിലെ ഒരു കുഞ്ഞിന് പോലും, ഒരു രോമത്തിന് പോലും കേടുകൂടാതെ, ഗോശേൻ ദേശത്ത് ഒരു ബാധയും വരാതെ ജനത്തെ അവിടുന്ന് അത്ഭുതകരമായിട്ട് നീട്ടിയ കരം കൊണ്ട് വലിയ അത്ഭുതകരമായിട്ട് അവരെ വിടുവിച്ചു കൊണ്ട് വന്നിട്ടും ചെങ്കടലിന്റെ കരയിൽ വന്നപ്പോൾ അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ സ്വഭാവത്തിന് മാറ്റം വരികയാണ്. അവർ ദൈവത്തെ വിശ്വസിച്ചില്ല. അവർ ദൈവത്തോട് മോശയ്ക്ക് വിരോധമായിട്ട് പിറുപിറുക്കുന്നു, ദൈവത്തോടെ മത്സരിക്കുന്നു. അവരെന്തെല്ലാമാ കാണിക്കുന്നതെന്നറിയാമോ? അത് അപ്പോഴൊക്കെയും ഒരു കൂറില്ലായ്മ കാണിച്ച ഈ ജനത്തോടെ ദൈവം വളരെ സ്നേഹസമ്പന്നനായിട്ട് കരുണാമയനായിട്ട് ഇടപെടുന്നതാണ്. അവർ ചെയ്ത ഗുരുതരമായ പാപങ്ങളൊക്കെയും ദൈവം ക്ഷമിക്കുന്നതാണ്. മോശ ഇടിവ് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് അവരെ നശിപ്പിക്കാതെ മുന്നോട്ട് നയിക്കുന്ന അനുഭവമാണ് നാം ഈ സങ്കീർത്തനത്തിൽ ഉടനീളം വായിക്കുന്നത്. അതുകൊണ്ട് നാം ഈ സങ്കീർത്തനങ്ങള് ധ്യാനിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ചിത്രീകരിക്കുക, നമ്മെ തന്നെ ഒന്ന് കാണുക. സങ്കീർത്തനത്തെ ആ പിതാക്കന്മാരുടെ സ്ഥാനത്ത് നമ്മുടെ ദുശാഠ്യങ്ങള്, നമ്മുടെ മത്സര സ്വഭാവങ്ങള്, നമ്മുടെ അവിശ്വാസങ്ങള്, എത്ര എത്ര അവിശ്വാസങ്ങളാണ് ദൈവം നമ്മോട് നിരന്തരം ക്ഷമിക്കുന്നത്. അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ ദൈവം തന്റെ കരുണ ആകാശത്തോളം വലുതാക്കി, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ നമ്മളോട് ദീർഘിപ്പിച്ചാണ് ഇസ്രായേലിനെ നടത്തിയ ആ ദൈവം ഇന്ന് നമ്മെ നടത്തി പരിപാലിക്കുന്നത് എന്ന് നാം ചിന്തിച്ച് നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. കഴിഞ്ഞകാല ഭക്തന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതത്തിലെ അവിശ്വാസവും ദുശാഠ്യവും മത്സരവും അവരോടുള്ളതായ മത്സരവും ഒക്കെ അവർക്ക് വലിയ പാപമായി തീർന്നപ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരാതെ അവരെ നടത്തിയതുപോലെ തന്നെയാണ് ആ മാറാത്ത ദൈവം ഇന്നും നമ്മെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല പിശകുകൾ എന്തു തന്നെ ആയിരുന്നാലും ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഈ പാഠങ്ങളൊക്കെയും നാം ചിന്തിക്കുമ്പോൾ ഒരു പടി കൂടി ദൈവത്തോടടുത്ത് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നാം തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് ചരിത്രത്തെയും ദൈവത്തിന്റെ സ്തുതിയെയും ഓർക്കുക. ചരിത്രത്തിലൂടെ നാം ഇത് പഠിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സ്തുതി, ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണമുള്ള സങ്കീർത്തനങ്ങള് നമുക്ക് വായിക്കുവാനുണ്ട്. 105-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് യഹോവയെ സ്തുതിപ്പീൻ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 105-ാം സങ്കീർത്തനത്തില് നാം വായിക്കുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ, അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവന്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ചും സംസാരിപ്പീൻ. ഇവിടെ ദൈവത്തിന്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ചും നാം സംസാരിക്കുമ്പോൾ അവന് സ്തുതി പാടുവാൻ നമ്മുടെ ഹൃദയം വെമ്പുന്ന ഒരനുഭവം. എണ്ണി എണ്ണി സ്തുതിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ധാരാളമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. നിരവധി
അനുഗ്രഹങ്ങളാണ് ദിനംതോറും നമ്മുടെ ജീവിതത്തോട് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ, നമ്മളെ രക്ഷിക്കുന്ന വിധങ്ങൾ, നമ്മെ വിടുവിക്കുന്ന വിധങ്ങൾ ഒക്കെ ഓരോ ദിവസവും നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി പാടുവാൻ എത്രമാത്രം ഉണ്ട് എന്ന് ചിന്തിക്കുക. അതാണ് ഈ 105 സങ്കീർത്തനം ഉയർത്തി കാണിക്കുന്നത്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതിലൂടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെയാണ്, അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നതിലൂടെയാണ് ദൈവത്തിന്റെ നാമം ഉയരുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഉയർത്തുവാൻ കഴിയുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഇസ്രായേലിന്റെ ഗോത്രപിതാക്കന്മാരുടെ ഓരോരുത്തരുടെയും ജീവിതം ആ 105 സങ്കീർത്തനത്തിൽ എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങള്, അടയാളങ്ങള്, അവിടുത്തെ ന്യായവിധി ഒക്കെ നമുക്ക് പഠിക്കുമ്പോൾ സർവഭൂമിയിലും അവിടുത്തെ ന്യായവിധികൾ ഉണ്ട് എന്ന് സങ്കീർത്തനം പറയുകയാണ്. തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നതായ ഒരു ദൈവം, തന്റെ കൽപ്പന, തന്റെ വചനത്തെ അയച്ച് 1000 തലമുറയോളം ഓർക്കുന്നതായ ഈ ദൈവം, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് പിതാക്കന്മാരെ ഒക്കെ അത്ഭുതകരമായിട്ട് നടത്തിയതായ ദൈവം, ജോസഫിനെ മുൻപേ മിസ്രൈമിലേക്ക് അയച്ചുവെന്നാണ് 105 സങ്കീർത്തനത്തിൽ പറയുന്നത്. കാരണം കനാൻ ദേശത്ത് വരാൻ പോകുന്ന ക്ഷാമത്തില് തന്റെ ജനം നശിക്കാതെ ഇരിക്കുവാൻ ദൈവം കണ്ട പദ്ധതിയാണ് ജോസഫിനെ മിസ്രൈമിലേക്ക് കാരാഗ്രഹവാസിയായിട്ട്, അല്ലെങ്കിൽ ഇസ്മായേലിയ കച്ചവടക്കാർ മുഖാന്തരം ജോസഫ് ഫറവോന്റെ നാട്ടിൽ എത്തുകയും പൊത്തിഫേറിന്റെ വീട്ടില് അവന് അഭയം കിട്ടുകയും അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്കും കാരാഗ്രഹത്തിൽ നിന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്കും ഉയർത്തപ്പെടുവാൻ ദൈവത്തിന്റെ പദ്ധതി എത്ര വിലയേറിയതാണ്, എത്ര മഹാത്ഭുതമാണെന്ന് നാം പഠിക്കുമ്പോൾ, ഒരു ജനതയെ രക്ഷിക്കുവാൻ ദൈവം കണ്ട മാർഗം എത്ര വിലയേറിയതാണ്. ഒരു ജനതയെ ന്യായം വിധിക്കുവാൻ, അവരെ പഠിപ്പിക്കുവാൻ, അവരുപദ്രവിച്ചവനിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കുവാൻ ദൈവം കണ്ട മാർഗം എത്ര വിലയേറിയതാണ്. ഈ വിലയേറിയ മാർഗം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല ഘടകങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തെയും സ്പർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നാം നനയ്ക്കാത്ത വഴികളിലൂടെയാണ് ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് നടത്തുന്നത്. നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളാണ് പലപ്പോഴും നമ്മെ സഹായിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്നത്. അപ്പൊ കഴിഞ്ഞകാല ഭക്തന്മാരായ ഗോത്രപിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത മഹാത്ഭുതങ്ങള് അത് ഇന്നും നിർബാധം തൻ്റെ കുഞ്ഞുങ്ങളിൽ തുടരുന്നതായിട്ട് നമുക്ക് ഈ 105 സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുമ്പോൾ, നമ്മളെ തന്നെ അവിടെ സമർപ്പിച്ചുകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആരാധകരെ എല്ലാ അബ്രഹാമിന്റെ സന്തതിയിലേക്ക് വിളിച്ച് വേർതിരിച്ച ദൈവം ക്രിസ്തു മുഖാന്തരം നമ്മെ അബ്രഹാമിന്റെ സന്തതിയിലേക്ക് വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ കരുണ എത്രയോ വിലയേറിയതാണ്. യേശുക്രിസ്തു മുഖാന്തരമാണ് നമ്മെയും ആ ചരിത്രത്തിന്റെ ഭാഗം ആക്കിയിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അബ്രഹാമിൽ തുടങ്ങി തലമുറകളുടെ ഈ നിരയിൽ നാമും കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മോട് കാണിച്ച ദയയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നതുമായ ഒരു പാഠമാണ്. ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം പാപത്തെക്കുറിച്ച് ദുഃഖിക്കണം, പാപത്തെ ഏറ്റുപറയണം, പശ്ചാത്തപിക്കണം. 106 സങ്കീർത്തനം ആ സംഭവങ്ങളിലേക്കാണ് നമ്മെ വിരൽ ചൂണ്ടുന്നത്. 106 സങ്കീർത്തനത്തില് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളെ കാണുവാൻ തക്കവണ്ണം നമുക്ക്, അതായത് പുറപ്പാട്, മരുഭൂപ്രയാണം, കനാൻ ജീവിതം, കനാനിലെ അവരുടെ ജീവിതം, രാജാക്കന്മാരുടെ കാലത്ത് അവർക്ക് സംഭവിച്ചതായ വീഴ്ചകൾ, ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് 106 സങ്കീർത്തനത്തിൽ. ഈ സങ്കീർത്തനം ദൈവത്തിന്റെ കൃപയുടെ ഒരു ഉടമ്പടി നമുക്കവിടെ ദർശിക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയാണ്. ജനവുമായിട്ട് ദൈവം ഒരു കൃപയോടെ അവരോട് ഉടമ്പടി ചെയ്യുകയാണ്. അതുകൊണ്ട് മറ്റു മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം വീണ്ടും അനുതപിക്കുന്നവരോട് അനുഭാവം ഒരു ദൈവമാണെന്ന് നമ്മെ അറിയിക്കുകയാണ്. അവരെ ചിതറിച്ച ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്നതായ ഒരു അനുഭവം. അവരെ ചിതറിക്കുമെന്ന് പറയുന്നെങ്കിലും ആ ചിതറിച്ച ദേശങ്ങളിൽ നിന്ന് അവരെ
ശേഖരിച്ചു കൊണ്ടുവരുന്ന ഒരു അനുഭവം 106 സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. കാരണം ബാബിലോണിലെ അടിമത്തത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ന്യായന്മാർ കാലത്ത് തന്നെ പല അടിമത്തങ്ങളും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഈ സങ്കീർത്തനങ്ങൾ അവയിലേക്കാണ് നമ്മെ വിരൽ ചൂണ്ടുന്നത്. അപ്പം ദൈവത്തിന്റെ നിരന്തരമായ സ്നേഹം എല്ലായ്പ്പോഴും മനുഷ്യരോട് അവരുടെ പാപങ്ങളെ കവിയുന്നതാണെന്ന് ഈ സങ്കീർത്തനം പറയാണ്. അല്ലെങ്കിൽ നമ്മളിന്ന് കാണത്തില്ല. കാരണം നമ്മുടെ പാപങ്ങളെ കവിയുന്ന ഒരു സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. നമ്മുടെ പാപത്തിന് ഒത്തവണ്ണം അല്ല, പാപത്തെക്കാൾ ഉപരിയായിട്ടാണ് നമ്മെ അവൻ സ്നേഹിക്കുന്നത്. പാപികളെ സ്നേഹിക്കുകയാണ്, പാപത്തെ അല്ല പാപികളെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർഗം മുഴുവനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ പുത്രനെ തരുവാൻ മടിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കാണിച്ചു തന്നത്. അവിടെ സങ്കീർത്തനത്തില് പറയുന്നത്, ഫീനെഹാസ് എഴുന്നേറ്റ് ന്യായം നടത്തിയെന്ന് പറയുന്നുണ്ട്. ന്യായവിധി നടത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് പുറപ്പാടിന്റെ അവസ്ഥയിൽ നമുക്ക് കാണാം. സംഖ്യാപുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബാൽപെയോരിനോട് ചേർന്നതായ ജനം പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ബാൽപെയോരിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ബിലയാമും ബാലക്കും തമ്മിലുള്ള ഒരു ഉടമ്പടി പ്രകാരം ഇസ്രായേലിനെ അവരോട് സ്നേഹമായി വർദ്ധിച്ച് അവരുടെ ഫംഗ്ഷനുകളിലെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്ത് വിവാഹ ബന്ധം എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവരുടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്താ സംഭവിച്ചത്? അവര് പാപം ചെയ്യുവാനിടയായി. അങ്ങനെ സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്, അവരുടെ കൂട്ടത്തിലുള്ള ഒരാള് വിവാഹ ബന്ധവുമായിട്ട് ഇവിടെ പ്രവേശിക്കുമ്പോഴാണ് അവിടെ വലിയ ഒരു ന്യായവിധി ഉണ്ടാവുന്നത്. ഫിനെഹാസാണ് ആ ന്യായവിധി നടത്തുവാൻ ദൈവം തെരഞ്ഞെടുത്തത്. അപ്പൊ ബാൽപെയോരിന്റെ പാവങ്ങളെ ദൈവം ന്യായവിധി നടത്തി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? ദൈവത്തിന്റെ പ്രവൃത്തികൾ അവർ പെട്ടെന്ന് മറന്നുപോയതുകൊണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികളെ അവർ മറന്നു പോയതാണ് അവർക്ക് വന്നതായ ആ പാപത്തിന്റെ വീഴ്ച വരുവാനുള്ള കാരണം എന്ന് സങ്കീർത്തനം 106 നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ട് വേഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു പോകുന്ന, മറ്റുള്ളവരുടെ ആലോചനയ്ക്ക് നമ്മളെ സമർപ്പിക്കുന്ന ഒരു അനുഭവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ഒരു അനുഭവം നമ്മെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുവാനും ദൈവകോപം നമ്മുടെ മേൽ വരുവാനും ഇടയായിത്തീരും. കാരണം ദൈവം അനന്യനാണ്, വാക്കുമാറാത്തവനാണ്. നാം മറന്നുപോയാലും നമ്മെ മറക്കാത്ത ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തികളും അവിടുത്തെ ന്യായവിധികളും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനും നമ്മെ നേരായ പാതയിൽ നടത്തുവാനും തരുന്ന എല്ലാ ആലോചനകളും നാം അതിൻ പ്രകാരം വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ പാതാരവിന്ദത്തിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ മാത്രമേ ദൈവകോപത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. കഴിഞ്ഞകാല ജീവിതത്തില് ഭക്തന്മാരെന്ന് പറഞ്ഞിരുന്നവരുടെ ജീവിതത്തില് ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ നമുക്കൊരു പാഠമായിട്ട് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ടെന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പം ദൈവത്തിന്റെ ജനത്തെ ഒരു മുന്തിരിവള്ളിയോട് ഉപമിച്ചിരിക്കുകയാണ്. സങ്കീർത്തനത്തിലും പറയുന്നുണ്ട്, യശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മിസ്രയീമിൽ കൊണ്ട് നട്ട ഒരു മുന്തിരിവള്ളിയാണ് ഇസ്രായേൽ എന്ന് സങ്കീർത്തനത്തിൽ പറയുകയാണ്. 80-ാം സങ്കീർത്തനത്തില് ആണ് ആ ചിത്രീകരണം നമുക്ക് കാണാൻ കഴിയുന്നത്. യശയ്യാവിന്റെ പുസ്തകത്തിലും നമുക്ക് ആ ചിത്രീകരണം കാണുവാൻ തക്കവണ്ണം കഴിയും. യശയ്യാവിലും ഉണ്ട്, യിരെമ്യാവിലും ഉണ്ട്. യശയ്യാവ് 5-ാം അധ്യായത്തിലും യിരെമ്യാവ് 2-ാം അധ്യായത്തിലും നമുക്ക് ഈ ചിത്രീകരണം വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. മിസ്രയീമിൽ നിന്ന് കൊണ്ട് നട്ടതായ ഒരു മുന്തിരിവള്ളി. നമുക്ക് ആ മുന്തിരിവള്ളി കൊണ്ട് നടുന്നതിന് വേണ്ടി അതിനെ ആ കളത്തെ മുറ്റും വെടിപ്പാക്കുന്ന രീതിയെല്ലാം നമുക്ക് യശയ്യാവ് വിവരിച്ചു തരുന്നുണ്ട്. അതിന് വേലി കെട്ടുന്നു, ആ മുന്തിരിക്കായ ഉണ്ടാകുന്നതിന് മുമ്പേ ചക്കിടുന്നു, ഗോപുരം നാട്ടുന്നു, എത്ര കല്ലൊക്കെ പറക്കി കളഞ്ഞു വളരെ വിശിഷ്ടമായ ഈ മുന്തിരിവള്ളിയെ വളരെ വിശിഷ്ടമായ രീതിയിൽ പരിപാലിച്ചുകൊണ്ട് നട്ടുവെങ്കിലും ആ മുന്തിരിയുടെ കാലം വന്നപ്പോൾ അതിൽ കായ്ച്ചത് കയ്പ മുന്തിരിങ്ങയാണെന്നാണ് യശയ്യാവ് പറയുന്നത്. അതുകൊണ്ട് മുന്തിരിത്തോട്ടത്തിന്റെ ചുറ്റുമുള്ള വേലി പൊളിച്ചിട്ട് അന്യന്മാരകത്ത് പ്രവേശിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്ന രീതിയിൽ അതിനെ ഉപേക്ഷിക്കുന്നതായ
ഒരു അനുഭവത്തെ മുന്തിരിവള്ളിയുടെ ഉപമയിലൂടെ ദൈവത്തിന്റെ ജനത്തിന് ചിത്രീകരിച്ച് തരുമ്പോൾ, ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം ദൈവക്രോധത്തിന്റെ ഒരു കീഴിലായിത്തീരുന്നതായ, ശിക്ഷാവിധിയുടെ കീഴിലായിത്തീരുന്നതായ ഒരനുഭവമാണ് മുന്തിരിവള്ളിയുടെ ഉപമയിലൂടെ ഈ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. എന്നാലും ദൈവം എന്ത് ചെയ്യുന്നു? ആ മുന്തിരിവള്ളിയോടെ സങ്കീർത്തനക്കാരൻ ചഞ്ചലപ്പെടുമ്പോഴും ദൈവകൃപയും പാപക്ഷമയും ദൈവം നൽകിക്കൊണ്ട് ആ ദൈവക്രോധത്തെ മറികടക്കുവാൻ മുഴുവനായിട്ട് ആ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാത്ത ഒരനുഭവവും നമുക്ക് ആ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകത്തില് 6-ാം അധ്യായം വായിക്കുമ്പോൾ, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ച് ചൊല്ലേണ്ടുന്ന ചില വചനങ്ങള്, അവിടെ അനുഗ്രഹ വചനങ്ങളെ മോശയെ അറിയിക്കുവാൻ, മോശ മുഖാന്തരം അഹരോനെ അറിയിക്കുവാൻ പറയുകയാണ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ നിന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഈ അനുഗ്രഹ വചനങ്ങളാണ് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തില് മോശ മുഖാന്തരം അഹരോന് നൽകി കൊടുക്കുന്നതായ ആ പാഠങ്ങള്. എന്നാല് മുന്തിരിവള്ളിയുടെ ഉപമയിലൂടെ ദൈവക്രോധത്തിന്റെ വലിയ ഒരു ഭാഗം അവർ അനുഭവിക്കുമ്പോൾ തന്നെയും ഈ അനുഗ്രഹവും അവരുടെ മേൽ ചൊരിയുന്നതായ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോഴ് നിരന്തരം അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്നതായ ദൈവജനത്തിന് എങ്ങനെ ദുരിതം വന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും നമ്മൾ അനുഗ്രഹമുള്ളവരാകുവാൻ പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എങ്ങനെയാണ് നമുക്ക് ദുരിതം വരുന്നത്? നാം ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം പിന്മാറിയിരിക്കുന്നത് മനസ്സിലാക്കി തരും പരിശുദ്ധാത്മാവ്. വായുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെയും ഹൃദയം ദൂരത്തായിരിക്കുന്ന അനുഭവമുണ്ടെങ്കിൽ അവിടെ നമുക്ക് അനുഗ്രഹത്തിന് പകരം ദുരിതങ്ങൾ വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം യിരെമ്യാ പ്രവാചകൻ 2-ാം അധ്യായത്തിൽ പറയുന്നത്, മടങ്ങി വരിക, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നിങ്ങളുടെ പിന്മാറ്റങ്ങളെയും ഒക്കെ വിട്ടിട്ട് മടങ്ങി വരിക. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ് ഈ ഭാഗത്ത് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. നമ്മെ അനുഗ്രഹിക്കുവാൻ വിളിക്കപ്പെട്ടവരായ, നമ്മെ അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ. നാം അനുഗ്രഹിക്കപ്പെടണം, നാം മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. അതിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാല ഭക്തന്മാരെ, ഇസ്രായേലിനെ വീണ്ടെടുത്തതും അവര് ലോകത്തിനൊരു അനുഗ്രഹമായിരിക്കുവാൻ തക്കവണ്ണമാണ്. എന്നാൽ ഇന്ന് ലോകത്തിന് അവർ അനുഗ്രഹമല്ല എന്ന് നമുക്ക് അവരുടെ ചരിത്രങ്ങളെ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും. കാരണം അവർക്ക് അന്യം നിന്നുപോയി. മശിഹായെ അവർ ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആ ഒരു കാഴ്ചപ്പാട് ലഭിക്കാത്തത് കൊണ്ട്, അവരത് ഏറ്റെടുക്കാത്തത് കൊണ്ടും വിശ്വസിക്കാത്തത് കൊണ്ടും അവരെ അനുഗ്രഹമാകുവാൻ വിളിക്കപ്പെട്ട ദൈവം അവരിന്ന് ലോകത്തിന് തന്നെ അനുഗ്രഹമല്ലാത്ത അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. നമ്മെ അനുഗ്രഹമാകുവാൻ വിളിച്ചിരിക്കുന്ന വിളിയാണ്. ആ വിളി മുഖാന്തരം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരണമെങ്കിൽ നാം ഹൃദയം കൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന അനുഭവം പ്രാപിക്കണം. ഇല്ലെങ്കിൽ ശ്യാവ് പറഞ്ഞതുപോലെ മുന്തിരിവള്ളിയുടെ വേലി പൊളിച്ചു കളഞ്ഞ് അന്യന്മാരും മറ്റു മൃഗങ്ങളും കയറിയത് അതില്ലാതാക്കുന്ന അനുഭവത്തിലേക്ക് വരാതിരിക്കുവാൻ, ദൈവക്രോധം നമ്മുടെ മേൽ പകരാതെ ഇരിക്കുവാൻ മടങ്ങി വരുവാനുള്ള ഒരു അനുഭവമാണ് മുന്തിരിവള്ളിയുടെ ഉപമയിലൂടെ കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകി തരുന്നത്. വീണ്ടും വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ സർവാധിപത്യം ചരിത്രത്തില് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്ന ഭാഗമാണ്. സങ്കീർത്തനം 135 എടുത്തു കാണിക്കുന്നത് ഇതാണ്. ദൈവത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുന്നത് സൃഷ്ടിപ്പിലെ ദൈവത്തിന്റെ നന്മയ്ക്കും വിശ്വസ്തതയ്ക്കും പുറപ്പാട് കാലത്തെ ദൈവത്തിന്റെ രക്ഷാചരിത്രത്തിനും വാഗ്ദത്തനാട് കൈവശപ്പെടുത്തിയതിനും ഈ സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവജനത്തോട് പറയുകയാണ്. അവരുടെ ജീവിതത്തിലുടനീളം ദൈവത്തെ സ്തുതിക്കുവാനുള്ള അനവധി കാര്യങ്ങളാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അവിടുത്തെ സർവാധിപത്യം ചരിത്രത്തിലൂടെ പഠിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനാണ് ഈ സങ്കീർത്തനം നമ്മോട് പറയുന്നത്. ഇസ്രായേലിനെ തൻ്റെ സമ്പത്താക്കിയാണ് വിളിച്ചത്, തൻ്റെ സ്വന്തം ജനമായിട്ട്. അവിടെ പുറപ്പാട് പുസ്തകത്തിലൊക്കെ പറയുന്നത്
അവര് ആൾപ്പെരുപ്പം ഉണ്ടായിട്ടല്ല, അവരാൾ ചുരുങ്ങിയവരായിരുന്നിട്ടും ദൈവം അവരെ തൻ്റെ വിശേഷപ്പെട്ട മക്കളാക്കി വിളിച്ചു വേർതിരിക്കുകയായിരുന്നു. പുറപ്പാടിന് മുമ്പുള്ള ആ ബാധയുടെ കാലം തൊട്ട് ദൈവം അവരോട് ചെയ്തതായ വൻ കാര്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്വന്തം എന്നുള്ളതായ പദം എത്ര വിലയേറിയതാണെന്ന് അവരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ മികവ് തോന്നുവാൻ ഉള്ള ഒരടിസ്ഥാനവുമില്ല. മറ്റുള്ളവരിൽ നിന്ന് ഒരടിസ്ഥാനവും, അടിമകളായിരുന്നു, ആട്ടിടയരായിരുന്നു. അവരെ മികച്ചവരാണെന്ന് പറയുവാൻ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നപ്പോഴും ദൈവം അവരെ മികവുള്ളവരാക്കുവാൻ തക്കവണ്ണം ദൈവം വിളിച്ചു വേർതിരിച്ച്, കാരണം ആ ഇസ്രായേൽ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവാൻ മാത്രമേ ദൈവം അവരോട് ആഹ്വാനം ചെയ്തുള്ളൂ. എന്നാൽ അവരുടെ പ്രവർത്തികള് അവിടുത്തെ ദയയെ ഇല്ലാതാക്കുന്നതും കോപിപ്പിക്കുന്നതുമായി തീർന്നപ്പോൾ ആ ജനത്തെ ന്യായം വിധിക്കുവാൻ ദൈവം ഇടപെടുകയാണ്. അവരെ ന്യായവിധിക്ക് വേണ്ടി പലപ്പോഴും ഒരുക്കുന്നതായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ളതായ വിശ്വസ്തത അത് നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നതിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാതെ അന്യ ദൈവങ്ങളിൽ ആശ്രയിച്ചു എന്ന് കാണുവാൻ കഴിയും. ബാബേലിലെ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇസ്രായേലിനെ കുറിച്ചുള്ള യിരെമ്യാവിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ അവരുടെ അവിശ്വസ്തതയും പിന്മാറ്റവും അന്യന്മാരോടുള്ള അന്യ ആരാധനകളോടുള്ള അവരുടെ ആസക്തികളും എത്ര മ്ലേച്ഛമാണെന്ന് യിരെമ്യാ പ്രവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങളും അത് അനവധി സങ്കീർത്തനങ്ങളിലും നമുക്കത് കാണുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് അവർ വ്യർത്ഥന്മാരായി തീരുന്ന അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ശബദ ലംഘനവും വിഗ്രഹാരാധനയും ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പാപങ്ങളായിട്ട് ദൈവം കണക്കിട്ടത്. സൃഷ്ടിതാവിനെ മറക്കുന്നതാണ് 4-ാം കൽപ്പനയുടെ ലംഘനമെന്ന് പറയുന്നത്. 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്ന ദൈവജനത്തിനോടൊപ്പം ആരാധനയ്ക്കായി വേർതിരിക്കുമ്പോൾ ആ ജനം തങ്ങൾക്ക് ഇഷ്ടപ്രകാരമുള്ള ആരാധനകളിലേക്ക് പോകുന്ന അനുഭവം വന്നപ്പോൾ അവരെ ബാബേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ബാബേലിന്റെ നുകം അവരുടെ കഴുത്തിൽ വയ്ക്കുവാൻ ഇടയായി തീർന്നു. അവിടെ അവർ 70 വർഷം ആരാധന മുടങ്ങിയവരായി ജീവിക്കേണ്ടി വന്നു. എങ്കിലും മനസ്സലിവുള്ള ദൈവം യിരെമ്യാ പ്രവാചകൻ പറഞ്ഞതിന് പോലെ ആ 70 വർഷം കഴിഞ്ഞിട്ട് അവരെ പീഡിപ്പിച്ച ജാതിയെ എന്നേക്കുമായി നശിപ്പിച്ചിട്ട് അവരെ മടക്കി വരുത്തുവാൻ മനസ്സലിവ് കാണിച്ചു. ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയെങ്കിലും അവരെ കൂട്ടിവരുത്തുവാൻ അവിടുത്തേക്ക് ദയയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നാം പലപ്പോഴും പറയും, ഞാനൊരു വിഗ്രഹാരാധിയല്ല എന്ന്. നമ്മുടെ വീട്ടിൽ വിഗ്രഹങ്ങളില്ല എന്ന് നമുക്ക് അവകാശപ്പെടാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നാം എന്തിനു വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് ഒന്ന് ചിന്തിക്കുവാനുള്ള ഒരു സങ്കീർത്തനമാണിത്. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ 135-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ നമുക്ക് സമയക്കുറവ് വരികയോ നമുക്കതിനുള്ള ആവശ്യകത തോന്നാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ മറ്റേതോ ഒരു വിഗ്രഹം പ്രവർത്തിക്കുന്നു എന്ന് തന്നെ ചിന്തിക്കുക. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടെ സകലവും നിനക്ക് ലഭിക്കും എന്ന വാഗ്ദത്തം മറന്നുകൊണ്ട് നമ്മുടേതായ വഴികളിലൂടെ ഉള്ള വിരഞ്ഞോട്ടങ്ങള് ദൈവത്തിന് അത് പ്രസാദകരമല്ല. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിൽ നമുക്ക് ആശ്രയിപ്പാനോ വിശ്വസിക്കുവാനോ പറ്റിച്ചേർന്നിരിക്കുവാനോ മറ്റൊന്നും തന്നെയും കാണരുത്. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ രാജ്യത്തേക്ക് നമുക്ക് ഓഹരിക്കാരാകുവാൻ നമ്മെ ഒരുക്കി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ചരിത്രം പഠിപ്പിക്കുന്നത് ആ ജനത്തിന് ഒരു സ്വസ്ഥത കിട്ടത്തില്ല എന്ന് എബ്രായരുടെ പുസ്തകത്തിൽ അവർക്കൊരു ശബ്ദാനുഭവം ഇല്ല എന്നുള്ളതും വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? അവരുടെ ജീവിതത്തിലെ പിന്മാറ്റങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തില് ആ പിതാക്കന്മാര് ശാഠ്യക്കാരും മത്സരക്കാരും ആയതാണ് അവരുടെ ജീവിതത്തിലെ പിന്മാറ്റം
എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് വാഗ്ദത്ത നാട് കാണുവാൻ അവർക്ക് സാധിച്ചില്ല. ഈ കാലങ്ങളിൽ നമുക്ക് വാഗ്ദത്ത ഭൂമിയായ സ്വർഗീയ കനാനിലേക്കുള്ള പ്രവേശനത്തിന്റെ സമയങ്ങൾ ആഗതമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇസ്രായേലിന്റെ ജീവിതത്തിൽ വന്നുപോയതായ പാപങ്ങൾ സംഖ്യാപുസ്തകത്തിൽ അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ പാപങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയും. ആ അക്ഷരീയ ഇസ്രായേൽ കനാൻ ദേശം കാണാതെ ഇരിക്കുവാൻ ഉണ്ടായ പിന്മാറ്റങ്ങളും അവരുടെ പാപങ്ങളും, പിറുപിറുപ്പ്, അത്യാഗ്രഹം, മത്സരം, അവിശ്വാസം, കൂറില്ലായ്മ, എങ്ങനെ പോകുന്നു ആ പട്ടിക. അതുകൊണ്ട് ഈ കാലങ്ങളിൽ നാം ദൈവത്തെ ഹൃദയംഗമായിട്ട് ആരാധിക്കുമെങ്കിൽ, സ്തുതിക്കുമെങ്കിൽ, അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം ഏറ്റെടുക്കുമെങ്കിൽ, അവിടുത്തെ രാജ്യത്തിൽ നമുക്ക് ഓഹരി വരുത്തുപോക്ക് കൽപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ദൈവജനം നിർഭയമായി മുന്നോട്ട് പോകുവാൻ ഈ സങ്കീർത്തനങ്ങൾ നമ്മളെ സഹായിക്കും. ചരിത്ര വസ്തുതകൾ, ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന നമുക്ക് കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ അവരുടെ കുറവുകളെ കുറിച്ച് ഉണർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധന ചെയ്യുവാൻ തക്കവണ്ണം ഈ സങ്കീർത്തനങ്ങൾ സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ സങ്കീർത്തനങ്ങളും നമുക്ക് തരുന്നതായ മുന്നറിയിപ്പുകളും പാഠങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ പരിശുദ്ധാത്മാവിന് നമ്മെ വിട്ടുകൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ പാഠങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് താഴ്മപ്പെട്ടവരായി, വിനയപ്പെട്ടവരായി, വിധേയത്വമുള്ളവരായി ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്താം. അവിടുത്തെ രാജ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കേണ്ടുന്നതിന് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, വിശ്വസ്തതയുള്ള ദൈവം അവരെ എങ്ങനെയാണ് പോറ്റി പുലർത്തിയതെന്ന് നാം പഠിക്കുമ്പോൾ ഇന്നും അവിശ്വാസവും കോട്ടവുമുള്ള ഒരു തലമുറയായി നാം ആയിരിക്കുന്നു എങ്കിൽ ദൈവം നമ്മെ അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ കൊടുത്ത വിലയേറിയ രക്തം, കാൽവറിയിലൂറ്റിയ വിലയേറിയ രക്തത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. സ്വർഗം മുഴുവനും നമുക്ക് വേണ്ടി നൽകി തന്ന ദൈവത്തിന്റെ സ്നേഹവും വിശ്വസ്തതയും തീർന്നു പോകാത്ത ദയയും നമ്മെ ചുറ്റി പരിപാലിക്കട്ടെ. സങ്കീർത്തനങ്ങളൊക്കെയും പഠിക്കുമ്പോൾ ആ കൃപാലുവായ ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. അവിടുത്തെ മഹത്വത്തിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.